നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ വിളക്കെന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ നാഥയായ സ്ത്രീ തന്നെയാണ്. ഐശ്വര്യമാണ് ഒരു സ്ത്രീയും. ലക്ഷ്മി ദേവിയെ പോലെ കൃപാകടാക്ഷം നിറഞ്ഞ ചൈതന്യത്തിൻ്റെ അതേ ഭാവത്തോടു കൂടി വസിക്കുന്നവൾ, അല്ലെ അതേ ഭാവത്തോടു കൂടി ഉള്ള രൂപമാണ് സ്ത്രീയുടേത്. അതുകൊണ്ട് തന്നെ സ്ത്രീ അത്രത്തോളം പവിത്രമായി അല്ലെങ്കിൽ പൂജിക്കേണ്ട ഒരു ശക്തി സ്വരൂപം തന്നെയാണ് ഓരോ സ്ത്രീയും. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഉയർച്ച, വളർച്ച ഇതിനൊക്കെയും താങ്ങായി തണലായി പുരുഷനോടൊപ്പം തന്നെ പ്രാധാന്യം സ്ത്രീ അർഹിക്കുന്നു. അല്ലെങ്കിൽ പുരുഷനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കേണ്ടതും സ്ത്രീ തന്നെയാണ്. അപ്പോൾ സ്ത്രീകൾ കുടുംബത്തിൻ്റെ വിളക്കായ സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അവർ ഈ തെറ്റുകൾ ആവർത്തിച്ചാൽ അത് കുടുംബത്തിൻ്റെ നാശത്തിന് തന്നെയും കാരണമായി ഭവിച്ചേക്കാം. ഒരു കുടുംബത്തിൻ്റെ വിളക്കായ സ്ത്രീ തന്നെ ആ കുടുംബത്തിൻ്റെ നാശത്തിന് കാരണമാകാൻ പാടുള്ളതല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഇനി ആ തെറ്റുകൾ വരാൻ പാടില്ല. അറിഞ്ഞോ അറിയാതെയോ ചില തെറ്റുകൾ വന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ തെറ്റുകൾ ഇനി വരാതിരിക്കണമെങ്കിൽ നമ്മൾ ആ തെറ്റുകൾ എന്തൊക്കെയാണ് എന്നത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് പിന്നീട് ആ തെറ്റുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ദിവസത്തിൽ സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്ത, അതായത് ഒരു ദിവസത്തിൻ്റെ അവസാന സമയം, രാത്രിയോടടുത്ത് വരുന്ന ആ സന്ധ്യ സമയങ്ങളിലൊക്കെ സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്ത, ഒരു ഭവനത്തിൻ്റെ ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങളുണ്ട്. അതുകൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാം. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ നക്ഷത്രം അതേപോലെ പേരൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയാൽ പ്രാർത്ഥനാ വേളകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കുടുംബത്തിലെ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു തരാം. ഒരു ദിവസത്തിൻ്റെ വൈകുന്നേരത്തോടടുക്കുമ്പോൾ ത്രിസന്ധ്യാവേളകൾ, രാത്രി കാലങ്ങളിലൊക്കെ സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ചില ഭവനങ്ങളിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം സ്ത്രീകൾ ആ തെറ്റുകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് നിമിത്തമാണ് ചിലപ്പോൾ ആ കുടുംബത്തിൽ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെയും വന്നു ഭവിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയൊന്ന് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ആ തെറ്റുകളിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതായിരിക്കും. അതിൽ ആദ്യത്തെ കാര്യം തന്നെ ത്രിസന്ധ്യാവേളകൾ, അതേപോലെ തന്നെ രാത്രികാലങ്ങളിലൊന്നും തുണി അലക്കുവാനായി പാടുള്ളതല്ല. ജോലി കഴിഞ്ഞിട്ട് വരുന്ന വേളയാണ്, നാളെ പകലും ജോലിക്ക് പോകേണ്ടതാണ്. ഗവൺമെൻറ് സർവീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് അവധിയുള്ളത്. അപ്പോൾ രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം തുണി കഴുകാൻ ശ്രമിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ തുണി ബക്കറ്റിന് സോപ്പ് മുക്കി കുതിർത്ത് വയ്ക്കാറുണ്ട്. പിന്നെ കഴുകാമെന്ന് പറഞ്ഞാൽ അതും കഴുകുന്നത് പിന്നീട് രാത്രിയിലായിരിക്കും. അല്ലെങ്കിൽ ത്രിസന്ധ്യ വേളകൾ, ക്ഷേത്രങ്ങളിൽ മണിനാഥം മുഴങ്ങുന്ന വേളയിലായിരിക്കും ചിലപ്പോൾ കുളിച്ചതിന് ശേഷം തുണി കഴുകുന്നത്. കുളിക്കുന്നതിന് വിഷയം ഇല്ല, എന്നാലും ത്രിസന്ധ്യ വേളകളിൽ ക്ഷേത്രങ്ങളിൽ ദീപം തെളിയിക്കുന്ന, പ്രകാശം നടക്കുന്ന ദീപാരാധന സമയങ്ങളിലൊന്നും നമ്മുടെ ഭവനങ്ങളിൽ പോലും നമ്മൾ കുളിക്കുവാൻ പാടുള്ളതല്ല. അതിനുശേഷം കുളിക്കാമെങ്കിലും 10 മണിക്ക് ശേഷം കുളിക്കുവാൻ ഒരിക്കലും പാടുള്ളതല്ല. അങ്ങനെ കുളിക്കുകയാണെങ്കിൽ തന്നെ ആ സമയങ്ങളിൽ ഒരു ഇരുമ്പ് പോലെയുള്ള എന്തെങ്കിലും ആയുധങ്ങൾ അടുത്ത് കരുതി വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, സന്ധ്യാസമയങ്ങൾ, രാത്രികാലങ്ങളിലൊന്നും തുണി കഴുകുന്നതിനായി നിങ്ങൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയുള്ള സമയങ്ങൾ രാവിലത്തേക്കായി ഇതൊക്കെ മാറ്റി വയ്ക്കുക. ജോലിക്ക് പോകുന്നവരാണ്, ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ പോലും നിങ്ങളൊന്ന് പ്രത്യേകം കരുതിയിരിക്കുക. ജീവിതത്തിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും സാമ്പത്തികമായുള്ള മന്ദതയ്ക്കുമൊക്കെ കാരണമാകും ഈ ത്രിസന്ധ്യാവേളകളിൽ അല്ലെങ്കിൽ രാത്രികാലങ്ങളിലേക്ക് തുണി കഴുകുന്നത് നിമിത്തം. അതുകൊണ്ട് തന്നെ ഇതൊന്ന് അറിഞ്ഞ് ഓർത്ത് വെക്കേണ്ടതാണ്. രാത്രികാലങ്ങളിലും ത്രിസന്ധ്യാവേളകളിലും തുണി കഴുകുവാനായി പാടുള്ളതല്ല. അടുത്തത്, വീട്ടിലെ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, രാത്രിയിൽ നമ്മൾ അത്താഴം കഴിക്കും. ആ കഴിച്ചതിന് ശേഷം മിക്ക വീടുകളിലും പാത്രങ്ങളെല്ലാം കാലിയാക്കി വേസ്റ്റൊക്കെ മാറ്റി പാത്രങ്ങളെല്ലാം കഴുകി അന്നത്തെ ജോലി കഴിഞ്ഞ് അത് വൃത്തിയാക്കി വെക്കാറുണ്ട്. പക്ഷേ നമ്മൾ പാത്രത്തിൽ ഭക്ഷണങ്ങളൊന്നും പിന്നെ അവശേഷിച്ച് വെക്കാറില്ല. ആർക്ക് കഴിക്കണം എന്നുള്ള ചോദ്യം കൊണ്ട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞല്ലോ. പക്ഷേ രാത്രിയിൽ ദൈവങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവുകയും അത് നിമിത്തം അവർ നമ്മുടെ ഭവനത്തിലേക്ക് രാത്രികാലങ്ങളിൽ ഒരു വിസിറ്റിന് വരും. അന്നേരം സമയങ്ങളിൽ നമ്മൾ അല്പം ചോറ് നല്ല വൃത്തിയോടുകൂടി ഒരു ചെറിയ ബൗളിനകത്തെടുത്ത് അല്പം ചോറും അതേപോലെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മൊന്ത വെള്ളവും എപ്പോഴും എല്ലാ രാത്രികാലങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവരെല്ലാം ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ല വൃത്തിയുള്ള ഒരു ചെറിയ പാത്രത്തിൽ ഒരു ബൗളിനകത്ത് ഒരുപാടൊന്നും വേണ്ട, ഒരു പിടി ചോറും അതോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളവും അടച്ച് തീന്മേശയുടെ മുകളിൽ വയ്ക്കുകയാണെങ്കിൽ അതേ ഉത്തമമാണ്. അല്ലാത്ത പക്ഷം
ഇത് നിങ്ങൾക്ക് അടുക്കളയിൽ തന്നെ വെക്കാം. അതിനുശേഷം നിങ്ങളെല്ലാം കഴുകി വെച്ചോളൂ. ഈ അന്നം അതിൽ രാത്രിയിൽ നമ്മുടെ കുലദൈവങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ ദാഹിച്ചു വരികയാണ്, ഒരു ഗ്ലാസ് ജലം പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ വീട്ടിൽ ഒന്നുമില്ല, അവർ വന്ന് അതേപോലെ വിഷമിച്ച് ഇറങ്ങി പോകുന്നതിന് കാരണമാകും. അത് നമ്മൾക്ക് ധനനാശത്തിനും ധനഹാനിക്കുമൊക്കെ സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ എപ്പോഴും അത്താഴം കുടുംബത്തിലെ എല്ലാവരും വയറു നിറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്പം ചോറ് വൃത്തിയോടുകൂടി എടുത്ത് അല്പം ചോറ്, അതേപോലെ കറികളൊന്നും വേണ്ട, അല്പം ചോറും അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളവും മാറ്റി വയ്ക്കുക. രാവിലെ അത് എഴുന്നേറ്റതിന് ശേഷം ആ ചോറ് കിളികൾക്ക് കൊടുക്കാം, കാക്കയ്ക്കൊക്കെ കൊടുക്കാവുന്നതാണ്. ഈ ഗ്ലാസ് വെള്ളം അത് ചെടിയുടെ ചുവട്ടിൽ കൊണ്ട് ഒഴുക്കി കളയുകയും ചെയ്യുക, അത് ചെടികൾക്ക് കുടിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ കാര്യം ചെയ്യുന്ന നിമിത്തം തന്നെ നിങ്ങളുടെ ഭവനത്തിലെ അന്നം മുട്ടുന്ന അവസ്ഥയുണ്ടല്ലോ, അതായത് സമ്പത്തില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന അവസ്ഥ, അന്നം കഴിക്കാൻ പോലും ഭാഗ്യം സ്ഥിതി അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെ കഷ്ടപ്പെടേണ്ടതായ അവസ്ഥകളൊന്നും തന്നെ നിങ്ങൾക്ക് പിന്നീട് വന്നു ചേരുന്നതായിരിക്കില്ല. അടുത്തത് തന്നെ ചില ആളുകൾ രാത്രികാലങ്ങളിൽ ഭക്ഷണം ഒത്തിരി ലേറ്റായിട്ട് കഴിക്കുന്നവരുണ്ട്. ചില 10 മണിയൊക്കെ ആയിട്ടായിരിക്കും കഴിക്കുന്നത്. കഴിച്ചതിന് ശേഷം ഭക്ഷണത്തിന് കഴിച്ച പാത്രം അത് കൊണ്ടുവന്ന് സിങ്കിൽ തന്നെ ഇട്ടേക്കും. ആ വേസ്റ്റോട് കൂടി ആ പാത്രം ഇടും. അതൊരു ശീലമായാലും രാവിലെ കഴുകാവുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുന്ന വേളയിൽ കണി കാണുന്നത് എച്ചിൽ പാത്രങ്ങളാണ്. എച്ചിൽ പാത്രങ്ങൾ കണി കാണുന്ന നിമിത്തം നമ്മുടെ ഒരു ദിവസത്തിന്റെ ഭാഗ്യം തന്നെയാണ് നഷ്ടപ്പെടുന്നത്. നമ്മൾ കഴിച്ച പാത്രമാണ് നമ്മുടെ വീട്ടിലാണ് ഉള്ളത് എന്നുള്ള ചിന്ത കൊണ്ട് ചിലപ്പോൾ അവിടെ കിടക്കട്ടെ എന്ന് കരുതിയാവും അവിടെ ഇടുന്നത്, രാവിലെ കഴുകുക എന്ന്. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ പാടുള്ളതല്ല. അത് നിമിത്തം നമ്മൾക്ക് തന്നെ ഹാനി, ശാരീരിക ബുദ്ധിമുട്ടുകളും കുടുംബത്തിന് നാശവും ഉണ്ടാകുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ കഴിച്ച പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകി അത് കമത്തി എവിടെയാണോ വെക്കുന്നത് അവിടെ തന്നെ വെക്കുക. രാവിലത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാതിരിക്കുക. നമ്മൾ കഴിച്ച പാത്രമാണെന്ന് കഴുകുന്നതിന് വലിയ ഭാരവും ബുദ്ധിമുട്ടും ഉള്ള കാര്യമില്ല. അന്നേരം തന്നെ കഴിച്ചതിന് ശേഷം അന്നേരം തന്നെ പാത്രം കഴുകി അത് വെക്കേണ്ടടുത്ത് കമിഴ്ത്തി വെച്ചതിന് ശേഷം കമിഴ്ത്തി വെക്കണം പാത്രം. അപ്പോൾ രാത്രി കാലങ്ങളാണ് ഇഴജന്തുക്കൾ എന്തെങ്കിലും ഈ പല്ലി, വാറ്റ ഇതൊക്കെ ഉള്ളത് വീണ്ടും പാത്രത്തിൽ കയറാൻ രാവിലെ ചിലവർ കഴുകാതെ തുടച്ചെടുത്തങ്ങ് പിന്നെയും ഭക്ഷണം കഴിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ആണെങ്കിൽ അവരറിയത്തില്ല. അതുകൊണ്ട് തന്നെ പാത്രം കഴിച്ചതിന് ശേഷം കമിഴ്ത്തി വെച്ചാൽ അതിൽ വെള്ളമുള്ളതും പൊയ്ക്കോളും. അതേപോലെ തന്നെ പാത്രം സേഫായിട്ടിരിക്കുകയും ചെയ്യും. രാവിലെ നമ്മൾക്ക് എടുത്ത് പിന്നെ അത് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കഴിച്ച ശേഷം എച്ചിൽ പാത്രങ്ങൾ അതേപടി സിങ്കിൽ നിരത്തിയിടാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പൈപ്പ്. വീടിനകത്ത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ടാപ്പിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് ചിലപ്പോൾ തുള്ളിയ ഒരുപാട് നാളായി കഴിഞ്ഞ് ടാപ്പാണെങ്കിൽ ചിലപ്പോൾ മുറുക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അത് ലൂസാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങ് ലൂസായി കഴിയുമ്പോൾ പിന്നെ ഇറ്റിങ്ങനെ ഓരോ തുള്ളി വീണുകൊണ്ടിരിക്കും. ഒരു തുള്ളിയല്ലേ ഉള്ളൂ, പല തുള്ളി ആവട്ടെ, അപ്പോഴല്ലേ പെരുവെള്ളം ആവത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ കണ്ണടച്ചങ്ങ് കളഞ്ഞേക്കും, അവിടെ ഇരിക്കട്ടെ, പിന്നെ ആകട്ടെ. പക്ഷേ ആ പിന്നെ ആകട്ടെ എന്ന് പറയുന്നത് പിന്നെ ഒരിക്കലും നടത്താൻ പറ്റാത്ത അവസ്ഥയിലുണ്ട്. കാരണം എന്താണ്, ആ ഒരു തുള്ളിയിൽ നിന്ന് പല തുള്ളി, അതായത് നിങ്ങൾക്ക് ആ സമ്പത്തിന്റെ നാശമാണ്, അല്ലെങ്കിൽ സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെയാണ് ഓരോ തുള്ളിയായി ആ വീഴുന്നത് നിങ്ങൾക്ക് തന്നെ പിന്നീട് ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും കുളിമുറിയിലോ അല്ലെങ്കിൽ അടുക്കളയിലോ അല്ലെങ്കിൽ എവിടെയോ വീടിന് ചുറ്റും ടാപ്പ് എവിടെയൊക്കെ വെച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ തുള്ളിയായിട്ട് വെള്ളം നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് നമ്മൾക്ക് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് തുള്ളിയായിട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് പിന്നീട് ചേരുമ്പോൾ പെരുവെള്ളമായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധനനഷ്ടം വരുന്ന കാര്യമാണ്. പൈപ്പിൽ നിന്ന് തുള്ളിയായി ജലം ഇങ്ങനെ പാഴായി പോവുകയാണ്. ആർക്കും അവിടെ ഉപയോഗം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പൈപ്പുകളും ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക. ഏതെങ്കിലും പൈപ്പിൽ നിന്ന് വെള്ളം തുള്ളിയായി വീഴുന്നുണ്ടെങ്കിൽ അതിനെ വേഗം തന്നെ ശരിയാക്കി യഥാരീതിയിൽ തന്നെ സ്ഥാപിക്കാനും ശ്രദ്ധിക്കുക. അടുത്തത്, രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് ഏത് ദേവനെയാണോ ഏത് ദേവിയാണോ നിങ്ങൾ ആരാധനാമൂർത്തിയായി കരുതുന്നത് ആ ദേവനെ ദേവിയോ മനസ്സിൽ സ്മരിക്കുക. കുലദൈവങ്ങളെ പ്രാർത്ഥിക്കുക. എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം നിദ്രയിലേക്ക് കടക്കുക. കാരണം ആ നിദ്രയിൽ നമ്മൾക്ക് ഉറക്കത്തിന് ഭംഗമുണ്ടാകരുത്, സ്വപ്നങ്ങൾ കാണരുത്, പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണരുതെന്നല്ല, ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണരുത്. നമുക്ക് സന്തോഷമായി ഉറങ്ങാൻ സാധിക്കണം, സമാധാനമായി രാവിലെ എഴുന്നേൽക്കാൻ സാധിക്കണം. ഇതിനൊക്കെ വേണ്ടി ആ രാത്രി കാലത്ത് നമ്മൾ ഭഗവാനോട് നമ്മൾ അന്നേ ദിവസം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെയും പൊറുക്കണേ എന്ന് മാപ്പ് അപേക്ഷിച്ചതിന് ശേഷം, പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഉറങ്ങാനായി, നിദ്ര പോകാനായി പാടുള്ളൂ. അപ്പോൾ ഒരു ദിവസത്തിൽ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടതും പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ടതും, എങ്കിൽ കൂടുതലും സ്ത്രീകളാണ് ഈ പാത്രം കഴുകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളെ
കുറച്ച് കൂടുതലായി ഇത് പറഞ്ഞത്. അപ്പോൾ ഏവരും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പുരുഷന്മാർ മാത്രം താമസിക്കുന്ന ഹോസ്റ്റൽ അല്ലെങ്കിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്നിടത്താണെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം പാത്രം വെറുതെ ഇട്ട് രാവിലെ കഴുകാം എന്ന് പറഞ്ഞ് അലക്ഷ്യമായി ഇടുന്നവരാണെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാവരും സന്തോഷമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്, ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം നമ്മളാൽ തന്നെ ഏതെങ്കിലും രീതിയിൽ ഇരട്ടി സന്തോഷം നമ്മളിലേക്ക് എത്തിക്കാൻ സാധ്യമാകുമെങ്കിൽ ആ വഴികൾ തേടേണ്ടത് അത്യാവശ്യമാണ്. നമ്മളാൽ ഒരു തെറ്റുണ്ടാവാതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ സമ്പൂർണ്ണമായ ഐശ്വര്യത്തിനും മുന്നോട്ടുള്ള ജീവിതം സന്തോഷമായി നമ്മളിലേക്ക് എത്തുന്നതിനും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.